ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, ഒരുമിച്ചാ ദുഃഖത്തിൽ പങ്കുചേരാൻ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ തളയൻ മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള 2 തളയൻ മീൻ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി കഷ്ണങ്ങളൊക്കെ ഞാൻ പൊരിക്കാനും വാലും തലയുടെ ഭാഗങ്ങളൊക്കെ ഒരു 2-3-4 കഷ്ണങ്ങൾ കൂട്ടാൻ വയ്ക്കാനും ഒക്കെയാണ് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള കഷ്ണങ്ങൾ നാളെ വറക്കാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് പച്ചത്തേങ്ങ അരയ്ക്കുന്നില്ല. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, പെരിഞ്ജീരകം, ഇത്രയാണ് നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തപ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോയി. എന്ന് വെച്ചാൽ പൊടിയുടെ ക്വാണ്ടിറ്റി കൂടിപ്പോയി. അപ്പോൾ ക്വാണ്ടിറ്റി കൂടിയപ്പോൾ ഞാൻ മസാല കുറച്ച് ഇതിൻ്റെ പകുതിയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ തന്നെ നമ്മുടെ പൊടി വറുത്തെടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൈക്കണക്കാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാത്തത്. നിങ്ങളെ വീട്ടിൽ തോന്നെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഒക്കെ കൂടിപ്പോയാൽ ഒന്നിനും പറ്റൂല. എല്ലാം മിതമായ ലെവലിൽ തന്നെ എടുക്കട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഞാൻ പൊടിയുടെ പച്ചമണമൊക്കെ മാറി. അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ. അപ്പം മാത്രമാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കൂട്ടുകാരെ. ചൂട് കൊടുക്കാൻ അരച്ചാൽ അത് നന്നാവില്ല, ഒരു പുകച്ചോയ അടിക്കും. അപ്പോൾ മസാലയുടെ പകുതിയുടെ പകുതി മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ട് നമ്മുടെ കറിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ടാണ് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും പിന്നെ പുളിയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ പുളി ഞാൻ നന്നായിട്ട് നല്ല വെള്ളം ചേർത്ത് കറിക്ക് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാവണമെങ്കിൽ നമ്മുടെ കൈയിട്ടിട്ടൊന്ന് ഇളക്കണം. കൈയിട്ടിട്ട് ഈ കറീനെ ഞെക്കി ഞെരടി കറിയെ സംയോജിപ്പിക്കണം. അപ്പം നമ്മുടെ കൈക്കൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കൂട്ടാൻ വെക്കുമ്പോൾ. അപ്പോൾ സ്പൂണിട്ടൊന്ന് ഇളക്കിയാലൊന്നും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കൈയൊക്കെ ഇട്ട് ഇളക്കി ആ കൈയിൻ്റെ ഒരു വഴങ്ങലിലൊക്കെ ആ കൂട്ടാൻ അങ്ങോട്ട് സെറ്റാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഒക്കെ ഉപയോഗിച്ച് ഇതാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉള്ളതല്ല. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നു. എനിക്കിങ്ങനെ കൈയൊക്കെ ഇട്ട് ഇളക്കി നല്ല ഞെക്കി ഞെരടി കറിയെ യോജിപ്പിച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാട്ടോ. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഇനി ഞാൻ നേരെ അടുപ്പത്തേക്കാണ്ട് വെക്കുകയാണ്. കൂട്ടുകാരെങ്ങനെ വെക്കണം എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഈ വെക്കൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി അങ്ങോട്ട് കത്തിച്ചിട്ട് ഇതാ തിള വന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും മീൻ ഇടരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ. കാരണം കറി ഒന്ന് വറ്റണം. കറി വറ്റിക്കഴിയുമ്പോഴാണ് നമ്മുടെ കൂട്ടാൻ ഒരു കുഴന്ന കൂട്ടാനാവണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ മീൻ ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ മീൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു 2 തിളക്കട്ടെ. അപ്പോൾ ചെറിയ തീയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടാൻ വാങ്ങി വെച്ചു. ഇനി ബാക്കിയുള്ളൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പച്ച കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഉണ്ട്. ആ ഫ്രഷ് കറിവേപ്പില ഞാൻ കഴുകിയിട്ട് ചൂടുള്ള ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറീൻ്റെ പുക നമ്മുടെ മുഖത്തേക്കാട്ടോ ഈ അടിക്കണത്. പക്ഷെ നല്ല മണം കേട്ടോ, ഒന്നും പറയാനില്ല കൂട്ടുകാരെ. നല്ല അടിപൊളി മണമാണ് നമ്മളെ കൂട്ടാൻ. അതുപോലെ തന്നെ കൂട്ടാൻ്റെ മണത്തിലുണ്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഇതിൻ്റെ കൂട്ടാൻ്റെ കഥ ഉണ്ടോ അങ്ങനെ കുഴക്കുഴാന്നിരിക്കുന്നു. എന്നാൽ വലിയ കട്ടിയുണ്ടോ ഇല്ല, എന്നാൽ ചെറിയ കട്ടിയുണ്ടോ ഉണ്ട്. അപ്പോൾ മീനുകളൊന്നും ഉടഞ്ഞു പോയിട്ടും കൂടിയില്ല. നല്ല അടിപൊളി മിന്നിത്തിളങ്ങുന്ന കൂട്ടാൻ. അപ്പോൾ ചിലവർക്ക് ഇത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാവും.
എന്തിനും കൂടെ കഴിക്കാം. പുട്ടിന് കഴിക്കാം, ദോശയ്ക്ക് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം. പിന്നെയെന്ന് വെച്ചാൽ കലക്കി ചുട്ട ദോശ, ഉഴുന്ന് ദോശയ്ക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ഓട്ടട ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പലഹാരങ്ങളുടെ കൂടെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി 4-5 കഷ്ണം എടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. ഈ വറുത്തത് കണ്ടപ്പോൾ വിചാരിക്കും നിങ്ങൾ കരിഞ്ഞു പോയിട്ടുണ്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നോട് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, എൻ്റെ മീൻ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇത്തിരി മസാലയുടെ ഇതുകൊണ്ട് ഇതായതാണ്.